നമ്മുടെ ഈ ദിലീപിൻ്റെ പ്രോഗ്രാമിൽ ദിലീപ് രവീന്ദ്രൻ്റെ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുകയും അതിനെപ്പറ്റി എന്നെ വിളിച്ച് കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് കഥാകൃത്തായിട്ടുള്ള ഉണ്ണിയാർ വളരെ കൃത്യമായിട്ട് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരാളുമാണ്. ഉണ്ണി കഴിഞ്ഞ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് മനോരമയിൽ പെപ് ഗാർഡിയോള വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും പെപ് ഗാർഡിയോളയുടെ ആരാധകന്മാരാണ്. ബാക്കി പിന്നെ ഉണ്ണിയുടെ ടീമും എൻ്റെ ടീമും ഒക്കെ ഭയങ്കര ഡിഫറൻ്റാണ്. അതേ ദിവസത്തിൽ ദിലീപിനെ ഭയങ്കരമായിട്ട് ദിലീപിൻ്റെ സംഗതികൾ ഫോളോ ചെയ്യുന്ന ഒരാൾ. അപ്പം ദിലീപിനോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യം ദിലീപിൻ്റെ ദിവസങ്ങൾ. കാരണം ദിലീപ് ഇപ്പം ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ പുറത്തോ വർക്ക് ചെയ്യുന്ന പോലെയല്ല, ഇവിടെ ഇപ്പം തലകുത്തി നിൽക്കുകയല്ലേ ജീവിതം എന്നൊരു ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഈ ഉറക്കം എന്നുള്ളത് നമ്മൾ കുറേ കാലം ഇവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഉറക്കവും ഈ ഫുട്ബോൾ കാണാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഉറക്കവും അത് കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും പകൽ മുഴുവൻ നമ്മളിങ്ങനെ തലകുത്തി നടക്കുന്ന പോലെ ഉണ്ടാവില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ണി പറഞ്ഞു. അതെനിക്ക് ഇതുവരെ അങ്ങനെ വലിയൊരു ക്ഷീണം തോന്നിയിട്ടില്ല. എനിക്ക് പിന്നെ ഒരു വലിയ കഴിവുള്ള എന്താണെന്ന് എവിടെ ആയാലും ഏതൊരു കസാലയിലായാലും കാറിലായാലും എന്തിലായാലും എനിക്ക് 10 മിനിറ്റ് അപ്പം തന്നെ ഉറങ്ങാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ട് ആ ഒരു ചെറിയ ബ്രേക്സ് കിട്ടിയാൽ മതി. അപ്പം അത് കാരണം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇതുവരെ. ഇനിയിപ്പോൾ നോക്കൗട്ട്സ് വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്ന എനിക്കറിയില്ല. അല്ല, ഇപ്പം കുറച്ചുകൂടി ഈസി ആയിരുന്നു, കളി കുറഞ്ഞല്ലോ. പക്ഷെ നല്ലത് ഞാൻ വിചാരിക്കുന്നു ഏറ്റവും ബുദ്ധിമുട്ട് 2 കളി ഒരുമിച്ചുള്ളപ്പോഴായിരുന്നു. അതെന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, അത് ക്ഷീണത്തിന്റെ അല്ല, അത് ഫോക്കസ് ചെയ്യാൻ ഭയങ്കര വിഷമം. ഈ 2 സ്ക്രീൻ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവർക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് ഉണ്ടാവും ചിലപ്പോൾ. എനിക്ക് പക്ഷെ ഒരു TV-യിൽ ഒരിതും ലാപ്ടോപ്പിലൊരിതും കാണാൻ 2ലും ശ്രദ്ധ വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രദ്ധ വയ്ക്കാൻ ബുദ്ധിമുട്ടെന്നല്ലാതെ ശരിക്കും നമ്മൾ ഒരു കളി കാണുന്ന പോലെ അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി 2 കാണാൻ പറ്റില്ല. ഉണ്ണി ഉദ്ദേശിക്കുന്ന സാധനം ഞാനും ചോദിക്കണം വിചാരിച്ചൊരു സംഗതിയാണ്. കാരണം വെച്ചാൽ ഈ ദിലീപിൻ്റെ നേരത്തെയുള്ള ഈ ഇൻ്റർനാഷണൽ സർക്യൂട്ടിലുള്ള യാത്രകൾ അത് ഇതിനേക്കാളും ഭീകരമായിരിക്കില്ലേ? കാരണം ഒരു കളിക്ക് വേണ്ടി അങ്ങോട്ട് പോകുന്നു, പിന്നെ അത് എഴുതണം, അത് പബ്ലിഷ് ചെയ്യണം. വേറൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു റുട്ടീൻ ഉണ്ടായിരുന്നു. മാച്ച് ഡേ ആണെങ്കിൽ ഒരു റുട്ടീൻ, പ്രാക്ടീസ് ഡേ ആണെങ്കിൽ ഒരിത്. അപ്പം അതിലിപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞിട്ടിപ്പോൾ ഇത്ര മണിക്കൂർ ഞാൻ ഭക്ഷണം കഴിക്കാൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് റിലാക്സ് ചെയ്യും, അല്ലെങ്കിൽ ജിമ്മിൽ പോവും, പൂളിൽ പോവും, എന്തെങ്കിലും ചെയ്യും, പിന്നെ ആദ്യം വർക്ക് ചെയ്യും. അങ്ങനത്തെ എനിക്കൊരു വളരെ ഒരു ഫിക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഒരു ഇവന്റ് കവർ ചെയ്യുമ്പോൾ നമുക്ക് പറ്റിയൊരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെയായിരുന്നു. ഇതാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ നമുക്ക് വേറെ തന്നെ ഒരു ടൈം സോണിലാവുമ്പോൾ അത് ഒത്തുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ട്രാവലിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? കാരണം വെച്ചാൽ നമ്മൾ പല സ്ഥലത്തുനിന്ന് ഇപ്പം അമേരിക്കയിലാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈം സോൺ ആണല്ലോ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ മാറി മാറി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? ക്രിക്കറ്റ് ഇതിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഓരോ മാച്ച് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, പിന്നെ ആദ്യം തിരിച്ചു വരികയാണ്. ഞാനങ്ങനെ ഒരു ദിവസത്തിൽ അഹമ്മദാബാദിൽ നിന്ന് ബോംബെ, ഡാക്ക അങ്ങനെയൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അപ്പൊ ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു അഡ്രിനലിനിൽ അത് നമ്മൾ ക്ഷീണം അറിയില്ല ശരിക്കും. ഈ ലൈവ് കവറേജ് അതിൻ്റെതായിട്ടുള്ള അതായത് ഇപ്പം ദിലീപിന്റെ അതിനോടുള്ള പാഷനും കൂടിയല്ലേ? അതായത് വെറുതെ ഒരു റൈറ്റിംഗ് പർപ്പസ് എന്നുള്ള രീതിയിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് മാത്രമല്ലല്ലോ. അതല്ല, അത് അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എൻ്റെ അമ്പലങ്ങളും പള്ളിയൊക്കെ ഈ സ്റ്റേഡിയംസ് ആയിരുന്നു. അപ്പൊ അത് കാരണം എനിക്കതൊരു സ്ട്രെയിൻ ആയിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ ഉണ്ണി ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു ചോദ്യം, ഇതിനകത്തുള്ള പലരും ക്ലബ്ബ് അല്ലെങ്കിൽ ലീഗിലൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഇപ്പം പിന്നെ ബുണ്ടസ് ലീഗിലായാലും ലാ ലീഗയിലായാലും സിറിയയിലായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലായാലും ഒക്കെ പലരും ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് ബന്ധമാണ്. കാരണം വെച്ചാൽ ആ ബന്ധത്തിനെക്കാട്ടും വലുതല്ല ഒരു നാഷണൽ ടീമിന് പ്ലേ ചെയ്യുമ്പോഴത്. അപ്പോൾ ഇവർ ഈ ഓപ്പണൻറ്റ് സൈഡിൽ വരുന്ന സമയത്ത് ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ദിലീപ് ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പല കളിക്കാരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നന്നായി സംസാരിച്ചിട്ടുള്ള ഒരാൾ സ്റ്റീവൻ ജെറാർഡ് ആയിരുന്നു. സ്റ്റീവൻ ജെറാർഡ് ഇംഗ്ലണ്ടിൻ്റെ ഗോൾഡൻ തലമുറ എന്ന് പറഞ്ഞിരുന്ന 2002-ലും 2006-ലും ഒക്കെ കളിച്ചൊരു ടീമിൻ്റെ ഭാഗമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ. പക്ഷെ ജെറാർഡ് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു കാലത്തും ഇംഗ്ലണ്ടിന് കളിക്കേണ്ടത് എൻജോയ് ചെയ്തില്ല. എന്താ വെച്ചാൽ കളിക്കാർ തമ്മിൽ ആ ക്ലബ് ലെവലിലുള്ള ബന്ധം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ആ ക്ലബ് റൈവലറീസ് കാരണം ഇപ്പം താനൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കാരനായിട്ടോ ഒരു ചെൽസി കളിക്കാരനായിട്ടോ ആ ഒരു
കണക്ഷൻ ഉണ്ടായിരുന്നില്ല അവർക്ക് ഇങ്ങോട്ടും. അത് കാരണമാണ് ആ ഇംഗ്ലണ്ട് ടീം നന്നായി പെർഫോം ചെയ്യാത്തതെന്നാണ് ജെറാർഡിൻ്റെ ഒരു അഭിപ്രായം. അത് പിന്നെ ഏതെങ്കിലും തരത്തിൽ, അതായത് ഇത് കളിയുടെ ഇപ്പം നമ്മളിപ്പോൾ രണ്ട് ഇതിലാണെങ്കിലും വേറൊരു സ്ഥലത്ത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുകയാണ്, എന്നാലും ആ കമ്പനിയോടായിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ ഒരു ലോയൽറ്റി എന്നല്ല, അതിൽ കാണിക്കേണ്ട നമ്മുടെ കമ്മിറ്റ്മെൻ്റ് അതാണല്ലോ. ഈ ഇങ്ങനത്തെ കളി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഒരു ക്രൈസിസ് വരുമോ രണ്ടുപേരും ഇങ്ങനെ ഏറ്റുമുട്ടുന്ന സമയത്ത്? ക്രൈസിസ് വരും ചെയ്യാം, അത് ഇല്ലാതെ ആക്കാനും പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2010 സ്പെയിൻ ലോകകപ്പ് ജയിക്കുന്നു, അതിൻ്റെ 2 കൊല്ലം മുമ്പ് യൂറോയും ജയിക്കുന്നു. 12 ആദ്യം യൂറോ ജയിച്ചു. ഈ ടീമിൽ കുറേ ബാഴ്സലോണ കളിക്കാരും കുറേ റിയൽ മെഡ്രിഡ് താരങ്ങളും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ആ സമയത്താണെങ്കിൽ ഭയങ്കര റൈവൽറിയാണ്. ഒരു സമയത്ത് ഗ്വാർഡിയോളയുടെ ബാഴ്സലോണ ഡോമിനേറ്റ് ചെയ്തു, പിന്നെ മൊറീനിയോ വന്നിട്ട് റിയാലിന് ടൈറ്റിൽ നേടുന്നു. അപ്പം ഈ സമയത്തൊക്കെ കളിക്കളത്തിൽ ഭയങ്കര തീവ്രമായ ഒരു റൈവൽറി ആയിരുന്നു ഇത്, ബാഴ്സലോണ റിയൽ മെഡ്രിഡ്. ഇപ്പം അല്ലാന്നല്ല ഞാൻ പറയുന്നത്, അപ്പം പക്ഷെ വേറെ ഒരു ലെവലിലായിരുന്നു. പക്ഷെ അവർ നാഷണൽ ടീമിന് കളിക്കാൻ വരുമ്പോൾ ഇപ്പോൾ മെഡ്രിഡിൻ്റെ റാമോസ് ആയാലും മറ്റവരുടെ പുയോളായാലും ചാവി ഇനിയസ്റ്റ് ഇവരൊക്കെ അപ്പോൾ ഒരുമിച്ച് കളിക്കാൻ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ നാഷണൽ ക്യാമ്പിൽ എത്തുമ്പോൾ മറ്റേ ക്ലബിൻ്റെ ബാഡ്ജ് അവരെങ്ങനെയോ മറന്നിട്ട് അവർക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റി. അത് പക്ഷെ എല്ലാ കൂട്ടം കളിക്കാർക്കും അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ റൗണ്ട് ഓഫ് 32 ആരംഭിച്ച് അപ്പോൾ ഈ ലോകകപ്പിൻ്റെ ഫിക്സ്ചറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചില ആശങ്കകൾ, സംശയങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതിലുള്ള രണ്ടുപേരും ഒരേ രീതിയിലുള്ള ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഒരു ഷെയ്ഖ് പരീദ് മൂവാറ്റുപുഴ ആണ് ആദ്യം ചോദിക്കുന്നത്. ഇത്തവണത്തെ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലാകെ 12 ഗ്രൂപ്പുകളാണല്ലോ ഉണ്ടായിരുന്നത്. ഓരോ ഗ്രൂപ്പിലും മുന്നിലെത്തുന്ന ആദ്യ 2 ടീമുകൾ നേരിട്ടും മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലും റൗണ്ട് ഓഫ് 32ലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. 8 ടീമുകൾ മൂന്നാം സ്ഥാനക്കാരുമായി മത്സരിക്കുമ്പോൾ 4 ടീമുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല. നിലവിലെ ഫോർമാറ്റിൽ നോക്കൌട്ട് ഘട്ടത്തിലുള്ള മത്സരക്രമം നീതിപരമാണെന്ന് തോന്നുന്നുണ്ടോ? പുതിയ വേൾഡ് കപ്പ് ഫോർമാറ്റ് പ്രകാരം മികച്ച മൂന്നാം സ്ഥാനക്കാരും റൗണ്ട് ഓഫ് 32ലേക്ക് കടന്നു. ഇത്തരത്തിൽ മൂന്നാം സ്ഥാനക്കാർക്കുള്ള പ്രാധാന്യം മുൻ വർഷങ്ങളിൽ വേൾഡ് കപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്രൂപ്പ് തലത്തിലെ മത്സരങ്ങളുടെ നിലവാരം അല്ലെങ്കിൽ തീവ്രത കുറയാൻ കാരണമായിട്ടുണ്ടോ? ഇത് ഗണേഷ് ബാബുവാണ് ഈ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അവസാനത്തെ ചോദ്യത്തിന് തുടങ്ങാൻ, തീവ്രത കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. എന്താ വെച്ചാൽ അവസാനത്തെ കളിയുടെ അവസാനത്തെ മിനിറ്റിലാണ് അവസാനത്തെ 32ാമത്തെ സ്പോട്ട് തീരുമാനിക്കുന്നത്, ഓസ്ട്രിയ അൾജീരിയ കളിയിൽ. അത് വളരെ മികച്ചൊരു കളിയായിരുന്നു. എനിക്കൊരു ശരിക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു, അത് 2 ടീമുകളും കൂടി ഒത്തു കളിച്ചൊരു വെറുതെ ഒരു ബോർഡ് ഡ്രോന് വേണ്ടി കളിക്കുമെന്ന്. അങ്ങനെ തീരെ അങ്ങനെ ആയിരുന്നില്ല കളി. പിന്നെ ഈ 8 ടീമുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് കാരണം ചില മോശമായി തുടങ്ങിയ ചില ടീമുകൾ, ഇപ്പോൾ പാരഗ്വേ ആദ്യത്തെ കളി 4-1 തോൽക്കുന്നു, സൗത്ത് ആഫ്രിക്കയ്ക്ക് ഗോളിലധികം കാർഡ് കിട്ടുന്നു മെക്സിക്കോനെതിരെ. ഇവർക്കൊക്കെ തിരിച്ചു വരാൻ പറ്റിയ അടുത്ത 2 കളിയിൽ. പാരഗ്വേ പിന്നെ ഒരു ഗോളും വഴങ്ങിയില്ല, സൗത്ത് ആഫ്രിക്ക പിന്നെ ഒരു സമനില ഒരു ജയമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ആ തിരിച്ചു വരാൻ ഒരു മോശം കളി കാരണം മാത്രം ആരുടെയും ലോകകപ്പ് അവസാനിച്ചിട്ടില്ല. അതെൻ്റെ അഭിപ്രായത്തിലൊരു നല്ല കാര്യം തന്നെയാണ്. ചില ടീമുകൾക്ക് ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അത് പക്ഷേ ഞാൻ ഇന്നലെ ഇതിനെപ്പറ്റി ചോദിച്ചു. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും അധികം ടീമുള്ളപ്പോൾ ഓരോ ഫെഡറേഷനിലുള്ള ഓരോ കൺഫെഡറേഷനിലുള്ള ടീംസ് ഒരേ ഗ്രൂപ്പിൽ വരാൻ പാടില്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പ്സ് തന്നെ ഇംബാലൻസ് ഉണ്ടാവും. ഇപ്പോൾ ആഫ്രിക്കൻ ക്വാളിഫയിങ്ങിലും ഇതൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ നൈജീരിയ പുറത്തായത് അവർ സൗത്ത് ആഫ്രിക്കയുടെയും ബെനിൻ നല്ല ടീം, ഈ 3 ടീമുകൾ ഒരു ഗ്രൂപ്പിലായിരുന്നു. ടുണീഷ്യ കയറേണ്ട അവർ മലാവി, സൗത്ത് ടോമെ, എക്വറ്റോറിയൽ ഗിനി, ലൈബീരിയ, നമീബിയ ഇങ്ങനത്തെ ടീമൊക്കെ ഉള്ളൊരു ഗ്രൂപ്പിൽ നിന്നാണ്. ഒരു ഗോള് പോലും ടുണീഷ്യ വഴങ്ങിയില്ല 10 കളിയിൽ. അപ്പം അത് വളരെ വീക്ക് ഗ്രൂപ്പായിരുന്നു. അതിപ്പോൾ ഈ സീഡിങ്സ് ഈ ലോട്ട് എടുക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഡാൽവിനാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. റിഗാർഡിംഗ് അർജന്റീന പ്ലേയിങ് സ്റ്റൈൽ ആൻഡ് ഓവർ റിലയൻസ് ഓൺ മെസ്സി, would that be good enough to get to finals if they face teams like Ghana, Ivory Coast and solid defensive teams like Netherlands? Would you be surprised if Argentina exit at knockout stage by considering quality of players? ക്വാളിറ്റി ഓഫ് പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട് അർജന്റീനയ്ക്ക്. ഈ ഓവർ റിലയൻസ് ഓൺ മെസ്സി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കുറച്ച് ലോകകപ്പായിട്ട് നമ്മൾ
കാണുന്നതാണ്. അത് പക്ഷെ അർജന്റീനയ്ക്ക് മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല. പല ടീമുകളും മുമ്പും ഇപ്പോഴും അങ്ങനെയാണ് കളിക്കുന്നത്. ഇപ്പോൾ കൊളംബിയയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റ് ആ ലെഫ്റ്റ് വിങ്ങിൽ ലൂയിസ് ഡിയാസ് ആണ്. ലൂയിസ് ഡിയാസിന് പൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ മറ്റേ ടീമിന് ഒരു പകുതി ജോലി ചെയ്ത പോലെയാണ്. പക്ഷെ മെസ്സിയുടെ അത്ര പ്രധാനപ്പെട്ട കളിക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാ ഫുട്ബോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പെലെ ചവിട്ടി ഒരു ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് 66-ൽ. അപ്പോൾ അതൊക്കെ എല്ലാ കാലത്തും നടന്നിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ അർജന്റീന ടീമിന് അവരൊരു ടീമായി കളിക്കുന്ന ഒരു കൂട്ടം കളിക്കാരാണ്. അപ്പോൾ എല്ലാ കളിക്കാരും വേൾഡ് ക്ലാസ് അല്ലെങ്കിലും ഒരു ടീമായിട്ട് നോക്കുമ്പോൾ അവർക്ക് പരസ്പരം നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഒരു ടോപ്പ് ടീമായിട്ട് കളിക്കേണ്ടതാണ്. അപ്പോൾ അത് ഒരു കളിക്കാരൻ മാറ്റിയത് കൊണ്ട് അത് മെസ്സി വേണം. ജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മെസ്സി കളിക്കണം. പക്ഷെ അത് മെസ്സി ഇല്ലാതെയും അവർക്ക് ഒരുവിധം ടീമുകളെ തോൽപ്പിക്കാനുള്ള ആ ഒരു യൂണിറ്റി ഉണ്ട്, ടീം യൂണിറ്റി ഉണ്ട്. അടുത്ത ചോദ്യം പോർച്ചുഗൽ ടീമിനെ കുറിച്ചാണ്. ദീപക് രാമചന്ദ്രൻ്റെ ചോദ്യം: പോർച്ചുഗൽ ചരിത്രപരമായി നോൺ യൂറോപ്യൻ ടീമുകളോട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. 2018 ഉറുഗ്വേയോട് തോറ്റാണ് ലോകകപ്പിൽ നിന്ന് പുറത്തായത്. 2022 മൊറോക്കോയോട് തോറ്റ് പുറത്തായി. യൂറോ 2016 ഫ്രാൻസിനെ തോൽപ്പിച്ച് കിരീടം നേടിയിട്ടുണ്ട്. 2019 25 യുവേഫ നേഷൻസ് ലീഗ് കിരീടവും നേടി. ഇത്തവണത്തെ ലോകകപ്പിലെ പോർച്ചുഗലിന്റെ നോക്കൌട്ട് സാധ്യതകൾ വിലയിരുത്തുമ്പോൾ ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതെ, എങ്ങനെ പോർച്ചുഗൽ കളിക്കും? നേഷൻസ് ലീഗ് ജയങ്ങൾ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അത് മിക്ക ടീംസും അവരുടെ ഒരു വരാൻ പോണ തലമുറയും ബെഞ്ച് സ്ട്രെങ്ത്തും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പണ്ട് ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ യൂറോപ്പിലെ നേഷൻസ് ലീഗ് കളിക്കുകയാണ്, അത്രേ ഉള്ളൂ. പോർച്ചുഗലിൻ്റെ സാധ്യതകൾ അവരെങ്ങനെ കളിക്കും? ഇപ്പോൾ ഒരു കളിയിൽ മാത്രമേ അവർ ശരിക്കും ഫാസ്റ്റായിട്ട് ബോൾ മൂവ് ചെയ്തിട്ടുള്ളൂ ഉസ്ബെക്കിസ്ഥാനായിട്ട്. ഈ സ്ലോ ബിൽഡപ്പ് ആണെങ്കിൽ പ്രത്യേകിച്ച് വളരെ മൊബൈൽ അല്ലാത്തൊരു ക്രിസ്ത്യാനോ ആണ് സെൻറ്റർ ഫോർവേഡ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യണം. ഇപ്പോൾ ഗാന അങ്ങനത്തെ ടീംസിനൊക്കെതിരെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഈ ടീംസിനെതിരെ ശരിക്കും ബോൾ ഫാസ്റ്റായി മൂവ് ചെയ്താൽ തന്നെ മുന്നോട്ട് അങ്ങനെ കളിച്ചാൽ, പക്ഷേ ഈ ടീം മാത്രമല്ല സ്ക്വാഡ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കപ്പ് നേടാൻ കഴിവുള്ള കളിക്കാരാണിത്. പക്ഷെ ടാക്റ്റിക്കലായിട്ട് പക്ഷെ അവർ അത് ശരിക്കും ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. അടുത്തത് നിഹാലിൻ്റെ ചോദ്യമാണ്. സ്പെയിൻ ഒരു കംപ്ലീറ്റ് ടീമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. എന്നാൽ അമിതമായ സ്ക്വാഡ് ഡെപ്ത് ഉള്ള ടീമുകളിൽ പ്ലേയിങ് 11 തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ എങ്ങനെയാണ് ഒരു കോച്ച് ഇത്രയും വലിയ ടൂർണമെൻറ്റിൽ കൈകാര്യം ചെയ്യേണ്ടത്? അതെപ്പോഴും മുമ്പൊരു എന്തെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമാണ്. കളിക്കാർക്ക് ഇനിയും ജയിക്കാം, ഒരു ലോകകപ്പ് ജയിക്കുന്ന ഒരു സ്ക്വാഡിൻ്റെ ഭാഗമാവാന്നുള്ള അതൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ബെഞ്ചിലാണെങ്കിൽ ഇപ്പോൾ ഒരു ജൂലിയൻ ആൽവറസ് അല്ലെങ്കിൽ വേറെ വല്ല ടീമിലും ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ അർജന്റീനയുടെ കൂടെ ഒരു ലോകകപ്പ് ജയിച്ചു കഴിഞ്ഞു, ഇനി ഒന്ന് ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് വരുമ്പോൾ കളിക്കാർ അവരൊരു സ്ക്വാഡായിട്ട് ചിന്തിക്കും. അല്ല ഞാൻ ഒരു ഇൻഡിവിജ്വലിന് ആയി ചിന്തിക്കുന്നതിന് പകരം. അതേപോലെ ഇപ്പോൾ സ്പെയിനിൻ്റെ കളിക്കാർ അവരൊരു യൂറോ ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ബെഞ്ചിലിരിക്കുന്ന സൂബ്മെൻഡി ആയാലും മിക്കൽ മെറീനോ ആയാലും ബാക്കപ്പ് ഡിഫൻഡേഴ്സ് ആയാലും അവരൊക്കെ വിചാരിക്കുന്നത് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ സാധ്യത കിട്ടും, ഏതെങ്കിലുമൊക്കെ കളി കളിക്കും, പിന്നെ ജയിക്കാൻ സാധ്യതയുള്ളൊരു ടീമാണ്, അതിൻ്റെ ഭാഗമാവണം എനിക്ക്. അപ്പം അത് എങ്ങനത്തെ ടീമാണെന്നനുസരിച്ചിരിക്കും. അടുത്തത് വിഷ്ണുപ്രിയ ശശിധരൻ്റെ ചോദ്യം ഒരു സാങ്കല്പിക ചോദ്യമാണെന്നുള്ളൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ്. ദിലീപിൻ്റെ അഭിപ്രായം അറിയാനുള്ള ഒരു ആകാംക്ഷയുടെ പുറത്ത് ചോദിക്കുകയാണ്. ഇതുവരെയുള്ള ലോകകപ്പുകൾ നോക്കുമ്പോൾ ഒരു കളിക്കാരൻ ഇല്ലായിരുന്നുവെങ്കിൽ ആ ടീമിന് കിരീടം നേടാൻ സാധിക്കുമായിരുന്നില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ടീമുണ്ടോ, കളിക്കാരനുണ്ടോ? ആ കളിക്കാരൻ ഇല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റുമായിരുന്നില്ല. മെസ്സിയുടെ ഒരു 2022 മെസ്സി ഇല്ലാതെ അർജന്റീന ജയിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പ് ഇപ്പോൾ 90 വെസ്റ്റ് ജർമ്മനി ജയിച്ചപ്പോൾ ലോത്താർ മറ്റേസ് ഭയങ്കര പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു. അത് ഒരു ഗോൾ അടിക്കുന്ന ഒരു മിഡ്ഫീൽഡറായിട്ട് മാത്രമല്ല ആകപ്പാടുള്ള പേഴ്സണാലിറ്റി ലീഡർഷിപ്പൊക്കെ വളരെ പ്രധാനമായിരുന്നു. പിന്നെ 82 ഒരു മാച്ച് ഫിക്സിങ് ബാനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ
ഗോള് തീരെ അടിക്കാൻ പറ്റാത്തൊരു ഇറ്റലി ടീമിനെ കപ്പിലേക്ക് എത്തിക്കണം പൗലോ റോസി. അപ്പം അങ്ങനെ 2-3 ഉദാഹരണങ്ങളുണ്ട് ശരിക്കും. മാരഡോണ 86-ല് മാരഡോണിന്റെ അതാണ് ഏറ്റവും വലിയൊരു ഉദാഹരണം ശരിക്കും. മെസ്സിയുടെ 22-ലത്തെ ടീം അതിലും 86-ലത്തെ ടീമിലും നല്ലൊരു സ്ക്വാഡായിരുന്നു. 86-ൽ ശരിക്കും വാൽഡാനോയും ബുർഷാഗയും 1-2 ഡിഫൻഡേഴ്സിനെ മാറ്റി. പാസ്രലൊക്കെ അപ്പോഴേക്കും സ്റ്റാർട്ടർ അല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആ ടീം മാരഡോണ ഇല്ലാതെ ചിലപ്പോൾ ഒരു 2ാം റൗണ്ടും കൂടി കടക്കില്ലായിരുന്നു. അടുത്തത് സുഹൈൽ കേസിയുടെ ചോദ്യം. രാഷ്ട്രീയ ചർച്ചകൾ ഫുട്ബോൾ ലോകത്ത് വലിയ രീതിയിൽ പ്രചാരം നേടിയവയാണ്. എന്നാൽ വലതുപക്ഷമെന്നും ഇടതുപക്ഷമെന്നുമൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ ഗുണകരമാണോ? ഇത്തരം ചർച്ചകൾ ചില മാധ്യമങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. ഇത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. ആവശ്യമാണോ ഇല്ലയോന്ന് അത് കളിക്കാരെന്ത് പറയുന്നതനുസരിച്ചിരിക്കും. ഇപ്പം ഈ ലോകകപ്പിൽ അങ്ങനെ കളിക്കാരുടെ ഭാഗത്തുനിന്നോ കോച്ചസിൻ്റെ ഭാഗത്തുനിന്നോ അങ്ങനെയൊന്നും പ്രസ്താവനകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. ആകെ ഒരു സെമി പൊളിറ്റിക്കൽ ഒരു ഇതെന്ന് പറയാൻ പറ്റുന്നത് ഈ ഫോട്ടോഷൂട്ടിന് ബിയൽസ വന്നിട്ട് താഴത്തേക്ക് നോക്കി ഞാൻ മോഡലൊന്നുമല്ല, ഞാൻ പോസ് ചെയ്യില്ല. അത് പക്ഷെ ഒരു രാഷ്ട്രീയപരമായ ഒരു നിലപാടല്ല. അത് എനിക്ക് ഈ ഒരു കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഫുട്ബോൾ ഇഷ്ടമല്ല, അതിലെനിക്ക് താല്പര്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ കളിക്കാരുടെ ഭാഗത്തുനിന്ന് മെഹദി തരമി ശരിക്കും പറഞ്ഞു ദിസ് ഇസ് എ ഡിസാസ്റ്റർ വേൾഡ് കപ്പ്, ഞങ്ങളെ വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് എല്ലാവരും അമേരിക്കയും ഫീഫയും പെരുമാറിയത്. ഇനി ഇറാൻ്റെ കോച്ചും പറഞ്ഞു ഭാവിയിൽ ഒരു ടീമിനും ഞങ്ങൾക്ക് ഇത്തവണ അനുഭവിക്കേണ്ടി വന്നത് അനുഭവിക്കാതെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. അതല്ലാതെ അത് പക്ഷേ ഇറാൻ്റെ വേറെ തന്നെ ഒരു സാഹചര്യമാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റോ കളിക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവനയൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ചില രീതിയിൽ ചില ടീമുകൾ വലതുപക്ഷം അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ചർച്ചകൾ ശരിയാണ്. ഇപ്പോഴത്തെ കളിക്കാർക്ക് അങ്ങനത്തെ ശരിക്കും അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവരുടെ എൻഡോഴ്സ്മെന്റ് അത് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു പൊളിറ്റിക്കലി അവെയർ എന്ന് പറയാനുള്ള കളിക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ താല്പര്യം എടുക്കുന്ന കളിക്കാർ വളരെ കുറവാണ്. ഒരു പ്രസ്താവനയായിട്ട് വരുമ്പോൾ തന്നെ അവർക്ക് അതിലെന്തെങ്കിലും ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എംബാപ്പെ ഫ്രാൻസിലത്തെ ഇലക്ഷന് മുമ്പ് അത് പറയാൻ കാരണം താൻ ഒരു മിക്സ്ഡ് റേസ് കറുത്ത വർഗ്ഗക്കാരനാണ്, അമ്മ ഒരു അറബ് രാജ്യത്തു നിന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ആൾക്കാരെയാണ് നാഷണൽ ഫ്രണ്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം തീർച്ചയായിട്ടും തൻ്റെ പോലത്തെ ആൾക്കാരുടെ ഒരു സെൽഫ് പ്രിസർവേഷൻ്റെ കാര്യവും കൂടിയായി മാറണം. അപ്പം മാത്രം ഒരു പ്രസ്താവനയായിട്ട് വരിക എന്നല്ലാതെ ഈ തലമുറയിലത്തെ കളിക്കാർ ഒരു മാരഡോണെ പോലെയൊന്നും ഒരിക്കലും മുന്നോട്ട് വന്ന് രാഷ്ട്രീയപരമായിട്ടൊരു നിലപാടെടുത്തിട്ടില്ല. അടുത്തത് അഫ്താബ് സാദിഖിൻ്റെ ചോദ്യം. ബിഫോർ ദ വേൾഡ് കപ്പ് we expected the USA would struggle to fill stadiums for matches involving smaller nations because of visa issues, high ticket prices, and football not being a top-tier sport in the country. Yet the group stage produced packed crowds and great atmospheres almost everywhere. What was the biggest reason behind this? Football's global popularity, the USA's wealth and tourism appeal, power of large immigrant and diaspora communities in US. ലാർജ് ഡയസ്പോറയാണ് വലിയൊരു കാരണം. ഇപ്പോൾ കൊളംബിയയുടെ മാച്ചസ് അല്ലെങ്കിൽ ബ്രസീലിൻ്റെ മാച്ചസ്, അർജൻറ്റീനയുടെ കളികൾ, ഇതിലൊക്കെ എല്ലാ കാണികളും അവരുടെ രാജ്യത്തു നിന്ന് വന്നവരൊന്നുമല്ല. കുറേ പേര് അവിടുന്ന് തന്നെ അവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ളവർ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ ഹൈറ്റിൻ്റെ കാര്യമൊക്കെ എടുത്താൽ ചെറിയൊരു രാജ്യമായിരിക്കും, പക്ഷെ വലിയൊരു ഡയസ്പോറയാണ്. ഇപ്പോൾ US-ലും അതെ, കാനഡയിലും അതെ. കാനഡയിലത്തെ സലീബ, മറ്റേ ജോണത്തൻ ഡേവിഡ്, ഇവരൊക്കെ ഹൈറ്റിയൻ ഒറിജിൻ കളിക്കാരാണ്. അപ്പം അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വലിയൊരു ഡയസ്പോറ സപ്പോർട്ട് പല ടീംസിനും കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ സെനഗളുടെ കാര്യത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അവർ ലോക്കൽ അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത സെനഗളീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അവരുടെ അസോസിയേഷൻ അവർക്ക് ടിക്കറ്റ് കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ സെനഗളിൽ നിന്ന് വിസ അധികം എന്നല്ല, ഒരു വിസയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ കാണികൾക്ക് പ്രാധാന്യം കൊടുത്ത് ഫെഡറേഷൻ അവർക്ക് ടിക്കറ്റ് കൊടുക്കണമെന്ന് ഒക്കെ പറഞ്ഞിട്ട് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ലോകകപ്പിന്റെ മുമ്പ് തന്നെ ഒരു റഫറിയെ വിലക്കിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ശരിക്കും അത്തരത്തിലുള്ള വിവാദങ്ങൾ പിന്നീട് അത് ആവർത്തിച്ചിട്ടില്ല. പിന്നീട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ശരിയാണ്, കുറേ ഒരു 10-15 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് തീരെ വിസ കൊടുത്തിട്ടില്ല. പക്ഷെ അവരുടെയൊക്കെ സപ്പോർട്ട്, ഇപ്പോൾ ഇറാനിൽ നിന്നൊന്നും
ടെഹ്റാനിന്ന് അപ്ലൈ ചെയ്ത ഒരാൾക്കൊന്നും വിസ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ലോസ് ആഞ്ചൽസിലത്തെ ഇറാനിയൻ കമ്മ്യൂണിറ്റി, വേറെ നഗരങ്ങളിൽ, അതേപോലെ അറബ് രാജ്യങ്ങളിൽ നിന്ന് സൗദീസ് കുറേ പേര്, ഖത്തറിൻ്റെ മാച്ചസിന് കുറേ ഫാൻസ് ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ പിന്നെ കുറേ പേർക്ക് വിസ ഉണ്ട്, 10 year US വിസയൊക്കെ ഉള്ള പൈസയുള്ള കുറേ ആൾക്കാരുണ്ടാവും. അവരൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ കുറേ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അവസാനത്തെ ചോദ്യം ഡോക്ടർ വിശാഖ് വിയുടെ ചോദ്യമാണ്. ഫുട്ബോൾ വേൾഡ് കപ്സ് ഹാവ് ഇവോൾവ്ഡ് ഫ്രം ആൻ എറ ഡോമിനേറ്റഡ് ബൈ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ടു വൺ ഇൻക്രീസിംഗ്ലി ഡിഫൈൻഡ് ബൈ ടാക്ടിക്കൽ സിസ്റ്റംസ്, സ്പോർട്സ് സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്. ഡു യു തിങ്ക് ദിസ് evolution has made the game tactically richer while diminishing its spontaneity and emotional magic? Looking ahead, what do you believe will define the next great era of world football over the next 2 decades? അതിന് കളി എനിക്ക് തോന്നുന്നു ഇപ്പം ഇംഗ്ലീഷിൽ പറയും ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്നാണ്. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ടാക്ടിക്സ് മാറി വരുന്ന ഒരിത് ഇപ്പം തുടങ്ങിയതെന്ന്, ടാക്ടിക്സിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം 74 നെതർലൻഡ്സ് ടോട്ടൽ ഫുട്ബോളായിട്ടാണ് വരുന്നത്. അത് ആകെപ്പാടെയുള്ള അന്തരീക്ഷം മാറ്റി. എല്ലാ ടീമുകളും അത് കണ്ടിട്ട് അതിശയപ്പെട്ട് അവരും അവരുടെ ഓരോ വേർഷൻസ് ഓഫ് ടോട്ടൽ ഫുട്ബോളായിട്ട് വരാൻ തുടങ്ങി. സോവിയറ്റ് യൂണിയനിൽ വാലറി ലൊബ്നോവ്സ്കിക്ക് വേറെ ഒരു ശൈലി, ടോട്ടൽ ഫുട്ബോൾ, വിങ്ങേഴ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ പല മാറ്റങ്ങളും വന്നു. ഇറ്റലി 82 ജയിച്ചപ്പോൾ കുറച്ചും കൂടി ഒരു ഡിഫെൻസീവ് ഫുട്ബോളിലേക്ക്, വിന്നിങ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് ഒരു മാറ്റം തോന്നി. പിന്നെ ആദ്യം 2002 ബ്രസീൽ ജയിക്കണു, 6 ഇറ്റലി ജയിക്കണു. ഇതൊക്കെ എന്താ പറയുക, ഒരു ഫങ്ഷണൽ ടീംസ് വിത്ത് പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ഗ്രേറ്റ്നെസ്. ഇപ്പോൾ 2002 R9 ഇറ്റലിയുടെ ടീമിൽ വളരെ മികച്ച ഡിഫൻഡേഴ്സ്, ടോട്ടി, ഡെൽ പിയറോ അങ്ങനത്തെ കളിക്കാർ. അപ്പം അതും രണ്ടും കൂടി സിസ്റ്റംസ് പ്ലസ് ടാലൻറ്റ് എന്നുള്ളതിൽ അത് തന്നെയാണ് അർജൻറ്റീന 22 ചെയ്തത്, ഒരു സിസ്റ്റം പ്ലസ് മെസ്സി. അപ്പം അത് ആ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സ്പെയിൻ ജയിച്ചപ്പോൾ കുറേ പേര് വിചാരിച്ചു ഇനിയിപ്പോൾ ഫോർവേഡ്സിൻ്റെയും വിങ്ങേഴ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ, മുഴുവൻ ക്രിയേറ്റിവിറ്റി അവരുടെ മിഡ്ഫീൽഡിൽ നിന്നായിരുന്നു വന്നിരുന്നത്. ഇപ്പം പക്ഷെ നമ്മൾ ആദ്യം പല ടീമുകളും വിങ്ങേഴ്സ് വെച്ച് അവരുടെ മെയിൻ അറ്റാക്കിംഗ് ത്രെറ്റ് മുഴുവൻ വിങ്സ് നിന്നാണ് വരുന്നത്. അപ്പം അത് മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഓരോ ബെൽ ബോട്ടമൊക്കെ ആദ്യം ഫാഷനായ പോലെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും ഈ ടാക്റ്റിക്കൽ ഇത്.